സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിയുടെ പരാതിയിലാണ് കേസ്. ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി. കണ്ടാൽ അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടറാണ് കേസിലെ മൂന്നാം പ്രതി. എന്നാൽ ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിനും സർക്കാരിനും ഇക്കാര്യത്തിൽ വലിയ ശുഷ്കാന്തി ഇല്ല എന്നുള്ള ആരോപണവും ഉന്നയിക്കപ്പെടുകയാണ്. അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല വിധത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് മലയാളത്തിലെ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ രംഗപ്രവേശനത്തോടെയാണ് ഇത്. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കടുത്ത മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പരിധി വിടുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത്. ഇക്കാര്യത്തിൽ കടുത്ത വിമർശനമാണ് റിപ്പോർട്ടർ ടിവി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പന കളിക്കാൻ എത്തിയ പെൺകുട്ടിയോട് ശൃംഗരിച്ചതായി അഭിനയിച്ച റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകന്റെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ് ചാനലിനെ വിവാദത്തിലാക്കിയത്. വിവാദ വാർത്തയിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്ത വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനം സൈബർ ഇടത്തിൽ ഉയർന്നു വരികയും ചെയ്തു. ഇതോടെയാണ് വീഡിയോ സ്റ്റോറിക്കെതിരെ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. വീഡിയോയിൽ റിപ്പോർട്ടർ ടിവി ചാനൽ മേധാവിയോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അരുൺകുമാർ സഭ്യമല്ലാത്ത ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് ബാലാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്ത സ്റ്റോറിയുടെ ഉള്ളടക്കം. ഷഹബാസ് ആണ് ഈ വീഡിയോ സ്റ്റോറി ചെയ്തത്. പിന്നീട് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച ഷഹബാസിനോടും മറ്റു സഹപ്രവർത്തകരോടും ഒപ്പനയിലെ മണവാട്ടിയായ വിദ്യാർത്ഥിനിയെ കുറിച്ച് ദ്വയാർത്ഥ പരാമർശം നടത്തുകയും പരസ്പരം കളിയാക്കുകയും ചെയ്തിരുന്നു. ഇത് ബാലാവകാശ ലംഘനമാണ് എന്ന വിമർശനം അന്നേരം തന്നെ ഉയർന്നു വന്നു. മാധ്യമപ്രവർത്തകർ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കലാമേളകളിൽ പങ്കെടുക്കാൻ വരുന്ന കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണ് എന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം വിമർശനം ഉന്നയിച്ചതോടെ ഈ പ്രശ്നം വളരെ വിവാദമാവുകയായിരുന്നു. പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നത് എന്ന വിമർശനമാണ് അന്ന് ഉയർന്നത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് അശ്ലീല ചുവയോട് സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി, ഹണിക്ക് നീതി വേണം എന്ന് വാദിക്കുന്ന അരുൺകുമാറാണ് കൗമാരക്കാരി പെൺകുട്ടിയോട് വൾഗറായി സംസാരിച്ചത് എന്നതാണ് വിമർശനം കടുക്കവെയാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. പിന്നാലെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസും അരുൺകുമാറിനെ മുഖ്യപ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്.